യാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രക്തചംക്രമണ വ്യവസ്ഥ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, മനുഷ്യൻ ശരീരം, അതായത് ഹ്യൂമൻ ബോഡി സിസ്റ്റമാറ്റിക് ബോഡിയാണ്. 12 വ്യവസ്ഥകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട വ്യവസ്ഥകളെ സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ദഹന വ്യവസ്ഥയെ സംബന്ധിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്, ശ്വസന വ്യവസ്ഥയെ സംബന്ധിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. മൂന്നാമത്തെ വ്യവസ്ഥയാണ് രക്തചംക്രമണ വ്യവസ്ഥ. ഈ വ്യവസ്ഥയുടെ പ്രവർത്തനം എന്താണ്, ഈ വ്യവസ്ഥയിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് പഠിക്കേണ്ടതുണ്ട്. ഈ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന യോഗ ആസനങ്ങൾ എന്തൊക്കെയാണ്, പ്രാണായാമം എന്തൊക്കെയാണ് സംബന്ധിച്ച് പറഞ്ഞു തരാം. അപ്പം നമുക്കറിയാം, രക്തചംക്രമണ വ്യവസ്ഥയിൽ 3 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ഹൃദയം, അതുപോലെ തന്നെ നമ്മുടെ ധമനികൾ, സിരകൾ, അതുപോലെ തന്നെ ശ്വാസകോശങ്ങൾ, ഇതെല്ലാം ബന്ധിപ്പിച്ച് വരുന്നതാണ് ഈ വ്യവസ്ഥ. നമ്മുടെ ഹൃദയത്തിൻ്റെ അളവ് സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ വെയിറ്റ് 300 ഗ്രാം, അതായത് ഒരു കൈ മുഷ്ടിയുടെ വലിപ്പമാണ് ഉള്ളത്. പിന്നെ അത് ഏകദേശം നമ്മുടെ ശരീരത്തിൽ 5 മുതൽ 6 ലിറ്റർ ബ്ലഡ് ഉണ്ട്, രക്തം ഉള്ളതാണ്. ഒരു ദിവസം നമ്മുടെ ഹൃദയം ഇടിക്കുന്നത് 1,00,000 തവണയാണ്. ഹാർട്ട് ബീറ്റ്സ് ഉണ്ടാവുന്നത് 1,00,000 തവണയാണ്. അപ്പോൾ ഇതിൻ്റെ ഘടനകളെ സംബന്ധിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. ഒന്ന്, ഒരാളുടെ ഹൃദയം ഒരു ദിവസം 1,00,000 പ്രാവശ്യം മിടിക്കുന്നു. അതുപോലെ തന്നെ ഹൃദയത്തിൽ നിന്നും അശുദ്ധരക്തം, ഈ ശുദ്ധരക്തമുണ്ട്, അശുദ്ധരക്തമുണ്ട് അല്ലേ, പിന്നെ പൾമനറി ആർട്ടറി വഴി ശ്വാസകോശത്തിലെത്തുന്നു. ശ്വാസകോശങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ശ്വാസകോശത്തിൽ നിന്നും ശുദ്ധീകരിച്ച രക്തം പൾമനറി വെയിൻ വഴി ഹൃദയത്തിലെത്തുന്നു. അങ്ങനെ പിന്നെ ആർട്ടറി, അതുപോലെ തന്നെ വെയിനിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് ശുദ്ധരക്തം ധമനികൾ വഴി എല്ലാ കോശങ്ങളിലേക്ക് എത്തുന്നു അല്ലേ. അത് വീണ്ടും പിന്നെ കോശങ്ങളിൽ അശുദ്ധരക്തം സിരകൾ വഴി വീണ്ടും ഹൃദയത്തിലേക്ക് എത്തിക്കുന്നു അല്ലേ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക്. ഇതിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വരുവാണെങ്കിൽ നമുക്ക് മറ്റ് രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ പ്രവർത്തനം ചിട്ടയോടുകൂടി ഉണ്ടാവണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ശക്തിപ്പെടുത്താനുള്ള യോഗ ആസനങ്ങളുണ്ട്. ഒന്ന് സർവാംഗാസനം, മറ്റൊന്ന് ശീർഷാസനം, അതുപോലെ തന്നെ സേതുബന്ധനാസനം. ഈ 3 ആസനങ്ങൾ ചെയ്യുവാണെങ്കിൽ ഈ സിസ്റ്റമാറ്റിക് ക്ലിയർ ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ പ്രാണായാമങ്ങൾ, നമുക്ക് പ്രാണായാമത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല, വരുന്ന ആളുകളിൽ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കാം. അനുലോമ വിലോമ പ്രാണായാമമുണ്ട്, ഭസ്തികയുണ്ട്, അതുപോലെ തന്നെ കപാലഭാതി, ഇതടക്കമുള്ള പ്രാണായാമങ്ങൾ നമുക്ക് ഈ വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ കഴിയും. അപ്പം എങ്ങനെയാണ് സർവാംഗാസനം ചെയ്യുന്നത്, സേതുബന്ധനാസനം എങ്ങനെയാണ് സംബന്ധിച്ച് പറഞ്ഞുതരാം. ഓക്കെ.